ഹലോ, അല്ല പോയില്ലേ? പോയില്ല, എൻ്റെ പൈസ ഇട്ടാ ഞാൻ എങ്ങനെ പോകും? അല്ല ഇനിയിപ്പോ ക്ലീറ്റസ് എപ്പോ വരുന്ന ഒന്നും പറയാൻ വയ്യ. 8:30 മണിയായില്ലേ? ക്ലീറ്റസ് വരട്ടെ, ക്ലീറ്റസ് വന്നതിന് ശേഷം പൈസ തന്നിട്ട് ഞാൻ പോകും. അല്ല അങ്ങനെ എന്താ, ഞാൻ നേരത്തെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ. നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ പൈസ കിട്ടിയാലേ ഞാൻ പോകുള്ളൂ. ക്ലീറ്റസ് എന്നെ ഒരു വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തിക്കുകയാണ്. ഒരു വർഷമായിട്ട് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കരുത്. ആ എന്തെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ പറഞ്ഞോ, പൈസ വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ പൈസ തരാം, നിങ്ങളിപ്പോ പോ. എൻ്റെ പൈസ കിട്ടിയിട്ട് ഞാൻ പോവുള്ളൂ. ക്ലീറ്റസ് പറഞ്ഞില്ലേ പൈസ തരാം. നിങ്ങൾ ക്ലീറ്റസ് ഭാര്യയല്ലേ, നിങ്ങളെന്താ പൈസ? നിങ്ങൾ ഇവിടെ നേരം വെളുക്കണവർ ഇരുന്നിട്ട് എന്താ കാര്യം? പൈസ ഉണ്ടെങ്കിലല്ലേ എനിക്ക് എടുത്ത് തരാൻ പറ്റുള്ളൂ. എന്തായാലും ക്ലീറ്റസിന്റെ ഭാര്യയല്ലേ, പൈസ എന്തായാലും വീട്ടിൽ കാണും. മക്കളെ, അവനൊന്ന് വന്നോട്ട്, ഒന്ന് ക്ഷമിക്ക്. അമ്മ ഒരു വർഷക്കാലമായിട്ട് എന്നിട്ട് പറ്റിക്കാണ് ക്ലീറ്റസ്. ഞങ്ങൾക്കറിയാം. അയാൾ പറയുന്നതിൽ കാര്യമില്ലേ? ഒരു അവധി പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവധിയാകുമ്പോൾ പൈസ തന്നെ കൊടുക്കണം. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ എന്തോ ചെയ്യാനാണ്? അവന്റെ വാക്കല്ലേ, ഞാൻ എന്ത് വേണം? പെണ്ണുങ്ങളല്ലെങ്കിൽ എന്ത് ചെയ്യാനാണെന്ന് ഇതുപോലെ എടുത്തുണ്ടായി കഴിഞ്ഞാല് പുള്ളി എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്നതിന്റെ അടുത്ത്? പുള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പുള്ളി എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്നതിന്റെ ഞങ്ങൾ മാന്യതകളൊന്നും കാണിച്ചില്ലല്ലോ. ഞങ്ങളുടെ നിവൃത്തിയേട് കൊണ്ടാണ്, നാട്ടുകാരൊക്കെ കണ്ട നാണക്കേടാ. ഇന്ന് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു ക്ലീറ്റസ്, ഞാൻ വന്നു. ഇന്നിന് പൈസ കിട്ടിയ തരുമോ? അല്ല ഇവ ഒന്ന് വരാൻ പറഞ്ഞത് എന്തിന്? അങ്ങനെയാണെങ്കിൽ ഇവൻ അറിയാലോ മീറ്റിംഗ് എന്നോ മറ്റേ എറണാകുളത്ത് പിന്നെ ഉദ്ഘാടനം തേങ്ങ അരക്കൽ എന്താന്നുള്ളത് ഇവനെ കൃത്യമായിട്ട് അറിയാലോ. പിന്നെ ആ ദിവസം നോക്കിയിട്ട് പിന്നെ ഇവിടെ വരാൻ പറഞ്ഞത് എന്തിന്? മറന്നു പോയതായിരിക്കും ചേട്ടാ. അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റ് പറയണമായിരുന്നു. ഇന്ന് എന്നെ എന്തായിരുന്നാലും ഇന്ന് വരണം ചേട്ടാ, വീട്ടിൽ വന്നാൽ ഉടനെ കാശ് തരാം, കാശ് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറ്റിച്ചാണ് എന്നെ ഇതാക്കിയത്, അറിയാവോ? അല്ല നാളെ എന്തായാലും തരും അല്ലേ, കൊടുക്കാൻ ഒക്കുവോ നിനക്ക്? അമ്മ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാശാണ്. അപ്പോൾ ഇന്ന് തരാന്ന് പറഞ്ഞ ആ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ വന്നത്. അല്ല എന്തല്ലാതെ ആളുടെ കളിപ്പിക്കുന്നതിന്റെ സമയം കണക്കില്ല. എന്തായാലും ഇത്രയായില്ലേ, നാളെ പോട്ടെ, ട്രാൻസ്ഫർ വാങ്ങിച്ച് തരാന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ വേണ്ട, ആ പൈസകൾ തന്നൂടെ? ഒരു വർഷമായി, ഒരു വർഷം ദമ്മടിത്തരല്ലേ കാണിച്ചത്? മറന്നു പോയതായിരിക്കും. മറന്നു പോയതൊന്നല്ല, അവൻ മനഃപൂർവ്വം ചെയ്തതിനെ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അയാളുടെ സംസാരവും കതറും ഒക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ച് പോയി. എന്നെ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്, ഉടനെ ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാം, 2 ദിവസം വാങ്ങിച്ചു തരാം, ഇങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ കൊടുത്തത്, അറിയാവോ? ഇപ്പൊ കാശും ഇല്ല, ട്രാൻസ്ഫറും ഇല്ല, വീട്ടിൽ വന്ന് ആട്ടി ഓട്ടിക്കുകയും ചെയ്തു. അയ്യോ അയ്യോ അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ ഞാൻ സത്യത്തിൽ നിങ്ങളുടെ ഭാഗത്താണ്, ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്. സാറ് മാത്രമേ മാന്യം സംസാരിച്ചുള്ളൂ. അല്ല ഞാൻ പറയാം 100% നിങ്ങൾ പറയുന്നതിലെ ന്യായം, അവൻ പറയുന്നതിനകത്ത് യാതൊരു സംഗതിയില്ല. എൻ്റെ കാശ് കിട്ടിയാലേ ഞാൻ പോവുള്ളൂ, സത്യം. എനിക്കല്ല ഇവിടെ വേറെ വഴിയില്ല. എന്നാ ചേട്ടൻ കാശ് മേടിച്ചിട്ട് പോയാ മതി. കാശ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. കൂടപ്പുറപ്പായ ഇങ്ങനെ തന്നെ വേണോടാ. കൂടെ പറഞ്ഞാൽ എങ്ങനെ വേണമെന്ന് പറഞ്ഞാലേ കാശ് കൊടുക്കാനുള്ള പൈസ ആളുകളുടെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കണത്. മാനോട് സംസാരിക്കാൻ ഒരാളോട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്നത്? പറഞ്ഞത് ചേട്ടാ തരാൻ തരാന്ന് മലയാളത്തിലല്ലേ ഞാൻ പിന്നെ എന്താ ക്ലീറ്റസ് പറഞ്ഞ് വീട്ടിൽ പൈസ കൊണ്ട് വീട്ടിൽ വന്നാൽ എടുത്തു തരാൻ എന്നെ പറ്റിക്കാനാണ് തരാന്ന് പറയുന്നത്. ഒരു വർഷമായിട്ട് തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നീ മിണ്ടരുത്. വെളുക്ക ചിരിക്കാൻ മാത്രം അറിയാം, അല്ല ആൾക്കാരെ പറ്റിക്കാനായിട്ട്. കൊണ്ടുവരുമ്പോ കാശ് നിങ്ങൾ വാങ്ങി വീട്ടിനകത്ത് വെക്കാൻ പാടില്ലായിരുന്നു. അമ്മ കാര്യം ചെയ്യ്, നീ കയറി പോ. ചേട്ടാ സംഭവിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചേട്ടൻ്റെ പൈസ അത് ഉറപ്പായിട്ടും തരും, അതിലൊരു തർക്കമില്ല. പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അമ്മയെ സത്യം പറയണമെങ്കിൽ ഞാൻ പൈസ കിട്ടി ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ എനിക്ക് അല്ല ഒരു ഉറപ്പ് വേണം, പൈസ നേരത്തെ ഒരു ഉറപ്പ് വേണം. പൈസ അവൻ എന്തായാലും രാത്രി വരും, അല്ലെങ്കിൽ നാളെ വെളുക്കുന്നതിൻ്റെ ഉള്ളിൽ ആൾ വെളുത്തും. പക്ഷെ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ അത് കേൾക്കാം. പക്ഷെ നമ്മൾ രണ്ടും ഒരേ അതാ ഞാൻ കീഴിൽ ജോലി 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വീട്ടിൻ്റെ ഉമ്മറത്ത് വന്നിരിക്കുന്നത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം തന്നെയാണ്. നാണക്കേടാണ്, എനിക്കും നാണക്കേടാണ്, നിങ്ങൾക്കും നാണക്കേടാണ്. ആ പൈസ ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, ആ കാര്യം ഞാൻ ഏൽക്കാം. സമയം ഇത്രയൊക്കെ ആയില്ലേ, 8:30 മണി 9 മണി. എന്തായാലും ഇന്നൊരു രാത്രിയിൽ ക്ഷമിക്കണം, കാല് പിടിക്കാം. അമ്മ കാലത്ത് പഠിക്കണ സത്യം എനിക്ക് നിങ്ങൾ വാങ്ങിത്തരുന്ന ഉറപ്പാണോ? അല്ല സാറിൻ്റെ വീട്ടിൽ കുട്ടികളും ഭാര്യയും ഒക്കെ ഉള്ളതല്ലേ, ഇപ്പം ഇവിടെ പോണ്ട കുട്ടിയും അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പറയുന്നതാണ് അവർ. നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിത്തരുമെങ്കിൽ ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. വാങ്ങിച്ചു തരാം. എനിക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റും. ഉറപ്പാണല്ലോ. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞതല്ലേ, അവൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം, ഇത് വലിയ വഞ്ചനയായി. പിന്നെ വഞ്ചന. ഉറപ്പല്ലേ, വഞ്ചന തന്നെയാണ്. വഞ്ചന തന്നെ ഇതിന് പറയേണ്ടത്. സാറ് ഉറപ്പ് പറയണമെങ്കിൽ ഞാൻ പോയിട്ട് നാളെ രാവിലെ. നിങ്ങൾ നാളെ വാ കേട്ടോ. ഒരു കാര്യം, സാറിന്റെ വാക്ക് കേട്ട് ഞാൻ പോകുന്നത്. പിന്നെന്താ. ഓക്കെ അമ്മേ,
എനിക്ക് വേറെ വഴിയില്ലാത്തതാണ് എനിക്കറിയാം, മനസ്സിലായി എനിക്ക്. ഓക്കെ. ഞാൻ നാളെ രാവിലെ വരും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നാളെ രാവിലെ വരും ഞാൻ. ശരി ശരി ശരി. എന്താണ് അവനെ അടിക്കുന്നത് നീ? ഓ, എന്തോടി സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ നിനക്ക്? ആ? അന്യനൊരുത്തം വന്നിരുന്നപ്പോഴത്തേന് എന്ത് എന്നെ കാല് പിടിച്ചാൽ എന്താ? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നീ ഇവിടെ? പോത്തെ അവൻ പോയത് നീ കണ്ടാ? ഞാൻ എവിടെ നിന്ന് പൈസ കൊടുക്കണം? അതല്ലാതെ നീ പറയുന്ന പോലെ ഞാനും കൂടി അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഞാനും അവനോട് ചൂടാവണോ? ഇപ്പം പോയത് കണ്ട? അവനെ എവിടെയാണ്? ഈ ക്ലീറ്റസ് എവിടെയാണ്? എനിക്കറിയില്ലടാ, ഫോൺ വിളിച്ച് ഞാൻ മടുത്തു. ഫോണ് കിട്ടണില്ല. നടരാജനെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല. ഈ കണക്കിനാണ് അവൻ എന്ത് തരികിടകളാണ് ഈ കാണിക്കുന്നത്? ദേ ഈ കണക്കിനാണ് ഇനി അവന്റെ പോക്കെങ്കിൽ അവന്റെ തല ആരെങ്കിലും ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കുക. ഇത് ഉറപ്പായിട്ട് പറ്റിച്ചതാണമ്മ. പിന്നെ അല്ലാതെ അവൻ കബളിപ്പിച്ചതാണെന്ന്. അല്ലടാ, അങ്ങനെ ചെയ്യൂലടാ, മറന്നു പോയതായിരിക്കും. എന്ത് പറഞ്ഞു പോണത്? പൈസ വാങ്ങിച്ചറിയാലോ. ഇന്ന് ഒരു ഡേറ്റ് പറഞ്ഞാലോ അവനോട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് വാ, ഞാൻ പൈസ തരാന്ന് അവരോട് പറഞ്ഞല്ലേ. ആ പറഞ്ഞ ദിവസം നോക്കിയിട്ട് പോകാൻ മുങ്ങാൻ നിൽക്കുന്ന എന്തിന്? എടാ, ഇന്ന് ക്ലീറ്റ് ഇറങ്ങാൻ നേരത്തെ എന്നോട് കുടുംബശ്രീയില് മറ്റേ ചിട്ടി കിട്ടിയോന്ന് ചോദിച്ചു 25,000 രൂപ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നിനക്ക് കുടുംബശ്രീയിലെ കാശ് കിട്ടിയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? കിട്ടാതിരുന്നത് ഭാഗ്യം. എങ്കിൽ അതും കൊണ്ട് അവൻ മുങ്ങിയന. ആ പൈസ കിട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മനഃപൂർവ്വം ഇവിടുന്ന് മുങ്ങിയതാണടി. ഇത് പറ്റിച്ചതാണ്. ഇത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവൂലേ അത്? എന്താ കളിക്കുകയാണ്? ഞാൻ അവനെ ഇന്നൊന്നിലും കാണാൻ തുടങ്ങിയൊന്നല്ലല്ലോ. എനിക്കറിയാവനെ. അങ്ങനെ ചെയ്യോ? എന്താ ക്ലീറ്റോ ചെയ്യാന്ന്? ഇവിടെ ഞാനില്ലേ സമാധാനം പറയാം. ഇല്ലെങ്കിൽ അമ്മ ഉണ്ടല്ലോ, അമ്മ എടുത്ത് കൊടുക്കും. വേണ്ട, യവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ദേഷ്യമാണല്ലോ. അവൻ കാണിക്കുന്ന കുറ്റത്തിന് അവൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തോ യുദ്ധമാണ് ഇവിടെ. നീയാണ് ചാടി ഇറങ്ങുന്നത് അവന്റെ നാക്ക് പിടിച്ച് വലിച്ചു വിടുവാനായിട്ട്. നന്നായിരിക്കും നീ കണക്കിന് പോയാ. വേണം പോലെ വരട്ടെ, രണ്ടും ചെയ്യാൻ പറ്റും. നാളെ വരുമ്പം പൈസ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറയണം. ഫോൺ ചെയ്യുന്നെങ്കിൽ പ്രത്യേകിച്ച് ഈ വിവരം പറഞ്ഞേക്കണം ഇവിടെ വന്ന് കാണിച്ചതൊക്കെ. മനസ്സിലായല്ലോ? അതിന് വിളിച്ചിട്ട് കിട്ടണ്ടേ അമ്മേ?